അതിലിപ്പോ ഈ ഗോൾഡിന്റെ വിലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ നമ്മൾ വളരെയധികം റൈസ് കണ്ടു. ഗോൾഡ് 1,47,000 ചില്ലാനായി ഒരു 10 ഗ്രാമിന്. അത് കഴിഞ്ഞ പിന്നെ പെട്ടെന്ന് ഒരു 13% ഡ്രോപ്പ് കണ്ടു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും കയറുകയാണ്. അപ്പൊ ഈ ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗോൾഡിന്റെ വില കുറയുന്ന ഒരു ട്രെൻഡ് അല്ല. ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഗോൾഡിന്റെ വില കുറഞ്ഞു വന്നത്. ഇതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിനായിട്ട്. ഒന്നാമതായിട്ട് ഈ ട്രംപ് ഇപ്പോൾ പുതിയ ഫെഡറലിന്റെ ചീഫിനെ വെച്ചിട്ടുണ്ട്, കെവിൻ എന്നുള്ളൊരു ആള് ഡോളർ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഗോൾഡ് എല്ലാം ഇന്റർനാഷണൽ ഗോൾഡ് എല്ലാം ഹോൾഡ് ചെയ്യുന്നത് ഡോളറിലാണ്. അപ്പൊ അതുകൊണ്ട് അത് ഗോൾഡ് ഇത്രയും ഹൈ ഡോളർ വാല്യൂവിൽ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഗോൾഡിന്റെ വില അതുകൊണ്ടാണ് കൂടാൻ കാരണം. രണ്ടാമത്തെ കാരണം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു വാർ ഉണ്ടാവോ ഇല്ല എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ട് ഗോൾഡിലുള്ള ഈ ഡോളറിലെ വിശ്വാസം നട്ടിട്ട് ആൾക്കാർ ഗോൾഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്റർനാഷണൽ ആയിട്ട്. പിന്നെ ഉദാഹരണത്തിന് ചൈന, ടർക്കി, ഇന്ത്യ എന്ന രാജ്യങ്ങൾക്ക് ഒരുപാട് ഗോൾഡ് വാങ്ങിക്കൂട്ടുണ്ട്. സോവറിൻ പർച്ചേസ് ഓഫ് ഗോൾഡ് അത് ഒരു കാരണമാണ്. ഇന്ത്യയിൽ ഇങ്ങനെ ഇത് വില കൂടാൻ കാരണം ഇപ്പൊ നമ്മളിപ്പോ ബഡ്ജറ്റ് കണ്ടു, ഇന്നത്തെ ബഡ്ജറ്റിൽ കണ്ടു ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇന്റർമീഡിയറ്റ് ആയിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോൾഡിന്റെ ഇത് വരുമ്പോൾ അതിനുള്ള ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ എടുത്ത് കളഞ്ഞു. പിന്നെ ഫ്യൂച്ചേഴ്സിന്റെ ഓപ്ഷൻസിന് പോയി ബഡ്ജറ്റിൽ ഒരു STT എന്ന് പറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് കുറച്ച് കൂട്ടി. അപ്പൊ ഈ സ്പെക്കുലേഷനിൽ ഉണ്ടായിരുന്ന ഷെയർ മാർക്കറ്റിൽ നിന്ന് ആൾക്കാർ ഗോൾഡിലേക്ക് ഇപ്പൊ സ്പെക്കുലേഷനിലേക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് വില കൂടാൻ ഒരു കാരണമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗോൾഡിന്റെ വില എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ഈ വില പെട്ടെന്ന് കുറയാൻ സാധ്യതയില്ല. ഗോൾഡിന്റെ വില കൂടിക്കൊണ്ട് പോകാനേ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വില കുറയാനൊരു സാഹചര്യം അടുത്ത് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം അമേരിക്കയുടെ ഈ ഒരു രീതി, ട്രംപ് പറഞ്ഞിരിക്കുന്ന ഇന്ത്യ-US വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാൻ പോകുകയാണ്. അപ്പോൾ കൂടുതൽ സാധ്യത നമുക്കിതിൽ നോക്കാൻ പറ്റുമോ? ഇതിലിപ്പോ വേറെ കാരണം എന്താന്ന് പറയുന്നത്, ഈ ഇന്റർനാഷണലി നോക്കുകയാണെങ്കിൽ ഈ ഡോളറിന്റെ അഗൻസ്റ്റ് റുപ്പി വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു കാരണമാണ് ഈ ഗോൾഡ് പ്രൈസ് കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 18% ഡ്യൂട്ടി 50% കുറച്ചതുകൊണ്ട് അതിന് ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് എത്ര ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഗോൾഡ് പ്രൈസിനെ അത് കാര്യമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ബാധിക്കില്ല എന്ന് തോന്നുന്നത്. എന്താ വെച്ചാൽ വേറെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഫാക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഗോൾഡിന്റെ പ്രൈസ് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് താഴത്തേക്ക് വരാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ റുപ്പി സ്ട്രോങ് ആവണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എക്കണോമി ഒന്നും കൂടി സ്ട്രോങ് ആവണം. അങ്ങനെ വന്നാലേ അതിനൊരു ഗോൾഡിന്റെ പ്രൈസും കുറച്ച് കുറയാൻ സാധ്യതയുള്ളൂ. മാത്രമല്ല ഈ ആഗോള ഔൺസ് വില $5030 ആകുമ്പോൾ നിലവിൽ കേരളത്തിൽ ഒരു പവന് 1,16,000 രൂപയെങ്കിലും നൽകേണ്ടി വരും. പക്ഷേ 4,000-ലേക്ക് ഡോളർ ഔൺസിന് എത്തുകയാണെങ്കിൽ അത് കൂടുതൽ ഈ 1,00,000-ന് താഴേക്ക് സ്വർണ്ണവില എത്താനുള്ള ഒരു സാധ്യത തന്നെയല്ലേ നിലവിലുള്ളത്? അപ്പൊ അതിന്റെ പ്രൊജക്ഷൻസ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ JP മോർഗനൊക്കെ ഈ 4,900 ഒരു ഔൺസിന് എന്നുള്ള നിലയ്ക്കുള്ള ഡോളറിന്റെ വില അതൊരു 6,300 വരെയാണ് അത് പ്രഡിക്ട് ചെയ്യുന്നത്. വേൾഡ് ബാങ്ക് ഒഴികെ ഉള്ള ബാക്കിയുള്ള ഓർഗനൈസേഷൻസ് എല്ലാം ഗോൾഡിന്റെ വില കൂടുന്നുള്ളതൊക്കെയാണ്. വേൾഡ് ബാങ്ക് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിന്റെ വില ഒരു മാക്സിമത്തിലേക്ക് എത്തിക്കഴിഞ്ഞു, ആ പീക്ക് കഴിഞ്ഞു, താഴോട്ട് പോകുന്നു വേൾഡ് ബാങ്ക് പറയുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പറയുന്നത് ഗോൾഡിന്റെ വില കൂടുന്നുള്ളതാണ്. അതുകൊണ്ട് താഴത്തേക്ക് വരുന്നില്ല. എനിക്ക് വലിയ പ്രതീക്ഷയില്ല. 26-ലും കൂടിയും ഗോൾഡിന്റെ വില അങ്ങനെ ഹൈ ആയിട്ട് നിൽക്കാനാണ് സാധ്യത. ഈ കണക്കുകളും അല്ലെങ്കിൽ ചില സൂചനകളൊക്കെ പറയുന്നതനുസരിച്ച് രാജ്യാന്തര വില 6,000-ലേക്ക് എത്താനുള്ള ഒരു സാധ്യത തന്നെ നിലനിൽക്കുന്നുണ്ട്. നല്ല അപ്പോൾ വീണ്ടും വലിയൊരു മാറ്റം സ്വർണ്ണവിലയിൽ ഇനിയൊരു 1,00,000-ന് താഴേക്കൊന്നും നമുക്ക് അടുത്തൊന്നും പ്രതീക്ഷിക്കേണ്ട ഒരു സാഹചര്യം അങ്ങനെ വന്നാൽ ഉണ്ടാകില്ല അല്ലേ? ഇമീഡിയറ്റ് ആയിട്ട് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഈ മിഡ് ടേം പോൾ അമേരിക്കയിൽ വന്നിട്ട് ട്രംപിന് വലിയൊരു സെറ്റ് ബാക്ക് ഒക്കെ ഉണ്ടായാൽ മാത്രമേ അതിൽ വല്ല ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ തുടരാനാണ് സാധ്യത. അപ്സ് ആൻഡ് ഡൗൺസ് ചെറുതായിട്ടുണ്ടാവും, പക്ഷെ അതിനും കൂടുതലായിട്ട് നമുക്ക് പ്രതീക്ഷിച്ചില്ല. 10% മുകളിലേക്ക് 10% താഴേക്ക് വന്നാൽ അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ട് അതിൽ കുറച്ച് അപ്വേർഡ് ട്രെൻഡാണ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ സ്വർണം വാങ്ങുന്നത് ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഇപ്പം നമുക്കറിയാം അതിന്റെ റേറ്റ് ഒക്കെ വളരെ കുറച്ചിരിക്കുകയാണ്. അവർ വാങ്ങുന്ന ശതമാനത്തിന്റെ നിന്ന് 10 പവന് 5 പവൻ 1 പവൻ അങ്ങനെ ചുരുങ്ങിയിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും വലിയ തരത്തിൽ മാറ്റമൊന്നും മലയാളികൾക്കിടയിൽ സംഭവിച്ചിട്ടില്ല. സാമ്പത്തികമായിട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്വർണം എന്നത് ഒരു നിക്ഷേപം എന്നതിൽ എത്രത്തോളം ഭദ്രമാണ്? സ്വർണം എന്നുള്ളത് ഇപ്പൊ നിക്ഷേപമായിട്ട് മാറുകയാണ്. മറ്റേ നമ്മളൊരു എസ്തെറ്റിക് വാല്യൂ വെച്ചിട്ട് നമ്മളൊരു സെന്റിമെന്റൽ വാല്യൂ വെച്ചിട്ടാണ് ഗോൾഡ് ഹോൾഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ ജ്വല്ലറീസിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് 1-2-3 മാസങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ 24% അവർക്ക് സെയിൽസ് ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഗോൾഡിന്റെ പർച്ചേസ് നോക്കുമ്പോൾ ആൾക്കാർ ഇപ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളേക്ക് വരികയാണ്. അതുകൂടാതെ ഇപ്പോൾ നമ്മൾ NBFCസിന്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ NBFCസിന്റെ ഇപ്പോൾ മുത്തൂറ്റോ അല്ലെങ്കിൽ മണപ്പുറോ അങ്ങനെയുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ അവർക്കൊരു 70% മുതൽ 80% വരെയാണ് കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം കൊണ്ട് വളർച്ച ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഗോൾഡ് ആൾക്കാർ അതൊരു
ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയ്ക്ക് കണക്കാക്കി അതിനെ ഗോൾഡിനെ പ്ലഡ്ജ് ചെയ്തിട്ട് ലോൺ എടുത്തിട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിനെ ഒരു എസ്തെറ്റിക് വാല്യൂ അല്ലെങ്കിൽ ഒരു സെന്റിമെന്റൽ വാല്യൂ ഇട്ടിട്ട് അതിനിപ്പോ ഗോൾഡിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ കണക്കാക്കിയിട്ടാണ് ആൾക്കാർ മുന്നോട്ട് പോകുന്നത്. ബജറ്റിലൊന്നും ഗോൾഡ് പ്രതിപാദിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ബജറ്റിൽ ഗോൾഡിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ സർ? ബഡ്ജറ്റിൽ ഗോൾഡിനെ കുറിച്ച് വലിയ ബാധ്യതയില്ല. ഗോൾഡിനെ കൺട്രോൾ ചെയ്യുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റാണ്. അത് ബഡ്ജറ്റ് വെച്ചുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനോ പിടിക്കാനോ അല്ലെങ്കിൽ അതൊന്നും സാധിക്കില്ല. എന്താന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമതായിട്ട് ഇന്ത്യ ഗവൺമെന്റ് തന്നെ ഒരുപാട് ഗോൾഡ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്താ വെച്ചാൽ ആ ഡോളറിന് ഡീഡോളറൈസേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് മൊത്തത്തിൽ വേൾഡിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഡോളർ മാറിയിട്ട് ആൾക്കാരെല്ലാം ഡോളറിന് ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡിലേക്ക് മാറുകയാണ് രാജ്യങ്ങളടക്കം. അത് തന്നെയാണ് സംശയം. കാരണം ഏറ്റവും കൂടുതൽ വിമർശനം ഉയർന്നത് ഈ ഒരു സമയത്തായിരുന്നു. സാമ്പത്തിക ബജറ്റ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്നു. ബജറ്റിന് ശേഷം എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ആ കുതിപ്പോ അല്ലെങ്കിൽ അതിനൊരു കിതപ്പോ ഒന്നും കണ്ടില്ല. അങ്ങനെ വന്നപ്പോഴാണ് ആ ഒരു സംശയം എല്ലാവരിലും ഉദിച്ചത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ബഡ്ജറ്റിൽ ഇപ്പൊ ഈ ഗോൾഡ് സോവറിൻ ഗോൾഡ് ബോണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വാങ്ങാതെ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെന്നില്ല അതിന്റെ ക്യാപിറ്റൽ ഗെയിൻ എടുത്ത് കളയാണ് ചെയ്തത്. അപ്പൊ അതും ഈ ഗോൾഡിന്റെ പ്രൈസ് കൂടാൻ കുറച്ച് കാരണമായി. രണ്ടാമതായിട്ട് ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാര് സ്പെക്കുലേഷൻ ട്രേഡിംഗ് ആണ്. 93% ആൾക്കാർക്ക് മാർക്കറ്റിൽ പൈസ നഷ്ടപ്പെടുന്നു എന്ന് കണക്കാക്കിയിട്ട് ഗവൺമെന്റ് അതിന്റെ മുകളിൽ ഒരു അഡീഷണൽ ടാക്സ് കൊണ്ടു. എസ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്തു, പെർസെന്റേജ് ഇൻക്രീസ് ചെയ്തു. ആ ഇൻക്രീസ് കാരണം ആൾക്കാർ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നിന്ന് ഷെയർസ് മാറിയിട്ട് ഇപ്പൊ ഗോൾഡിലേക്ക് സ്പെക്കുലേഷനിലേക്ക് വന്നിരിക്കുകയാണ്. അതും പ്രൈസ് കൂടാനുള്ള ഒരു കാരണമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.